ശ്രീ അനിൽ വിളയിൽ, ഇത്തരത്തിൽ നടക്കുന്ന പ്രവൃത്തികൾ തികച്ചും ആസൂത്രിതം തന്നെയല്ലേ? കാരണം ഒരു ക്ഷേത്ര പരിസരത്ത്, ക്ഷേത്രത്തിൽ എന്തൊക്കെയാണ് നടക്കേണ്ടത് എന്നുള്ളത് കൃത്യമായ ധാരണ ഉണ്ട്. ഇവിടെ ക്ഷേത്ര ഉപദേശക സമിതി തന്നെയാണ് ഇത്തരത്തിൽ ഈ പാർട്ടി ഗാനങ്ങൾ ആലപിക്കുന്ന ആളെ അവിടേക്ക് ക്ഷണിച്ചു വരുത്തിയത്. അതുകൊണ്ട് ഇത് തികച്ചും ആസൂത്രിതമായ, ബോധപൂർവമായ ഒരു നീക്കം തന്നെ ആയിരുന്നില്ലേ ഹിന്ദു ധർമ്മത്തെ തന്നെ അവഹേളിക്കുന്നതിനായി? ഈ എടുത്തിരിക്കുന്ന ചർച്ചാ വിഷയം ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യമുള്ള ദിവസം തന്നെയാണ്. കാരണം ക്ഷേത്രധ്വംസനം അജണ്ടയായി കരുതുന്ന ഒരു പാർട്ടി ലോകത്തുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മാർക്സിസ്റ്റ് പാർട്ടികളും തന്നെയാണ്. കേരളത്തില് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ക്ഷേത്രങ്ങളെ തകർക്കുകയും ക്ഷേത്രങ്ങളുടെ ആത്മീയമായിട്ടുള്ള ചൈതന്യത്തെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന വളരെ വ്യക്തമായ ഒരു അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും അവരുടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ശ്രമിക്കുന്നത്. അത് കുറെ കാലമായി തുടങ്ങിയതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ നടന്ന ഗാനമേള പരിപാടികൾ അതിന്റെ ഒരു ഭാഗം മാത്രമായിട്ടേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതൊരു നിസ്സാര സംഭവം മാത്രമാണ്. പക്ഷെ ക്ഷേത്ര ചൈതന്യത്തെ ഇല്ലാതാക്കുക, അപ്രകാരം ക്ഷേത്ര ചൈതന്യത്തെ ഇല്ലാതാക്കുകയാണെങ്കിൽ ഈ ക്ഷേത്ര ചൈതന്യ നാശം സംഭവിക്കുന്നതിൽ കൂടി ഹിന്ദു മതത്തിന് വലിയൊരു പ്രശ്നമുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് ഈ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറയുന്ന ഒരു പോളിസി തന്നെയാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ അല്ലെങ്കിൽ മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ആൻസർ ടു ദ കമ്മ്യൂണിസം എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ 15ാമത്തെ പേജിൽ പറയുന്നുണ്ട്, we must make an end of all religious institutions, influence and the very idea of God. അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്, ദൈവം, ജാതി, മതം തുടങ്ങിയവയൊക്കെ തന്നെ നശിപ്പിക്കപ്പെടേണ്ടതാണ് എന്നുള്ള പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ചു കാലത്തിന് മുമ്പ് ഞാൻ ജനിച്ച് ജീവിക്കുന്ന പ്രദേശമാണ് ഓണാട്ടുകര. ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര ചടങ്ങാണ് ജീവിത എഴുന്നള്ളിപ്പ്, പറയ്ക്ക് എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത്. എല്ലാ ഭക്തന്മാരും അവരവരുടെ ഗ്രാമക്ഷേത്രങ്ങളിലെ ജീവിതയിൽ കയറി വരുന്ന ആ ദേവതകളെ സ്വീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുമ്പോൾ ആ ജീവിതയ്ക്ക് കൊടുക്കുന്ന ഒരു ദൈവികമായ പരിവേഷമുണ്ട്. ആ പരിവേഷത്തെ തകർക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള ശ്രീ സജി ചെറിയാന്റെ മണ്ഡലത്തില് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ ടൗണില് ഈ ജീവിതയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാൾ എത്ര അപലപനീയമായ രീതിയിലാണ് ഒരു പൊതു ഇടത്തില്, റോഡില് അല്ലെങ്കിൽ മാർക്കറ്റ് റോഡില് അതിനെ 2 സഖാക്കന്മാർ തോളിലേന്തിക്കൊണ്ട് ആ പ്രദേശത്തൂടെ ചുവട് വെച്ചു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ ഓണാട്ടുകരയിലും മധ്യ തിരുവിതാംകൂറിലും കെട്ടുകാഴ്ചകൾ വളരെ സജീവമാണ്. ഈ മാസങ്ങളിലൊക്കെ തന്നെയാണ് കെട്ടുകാഴ്ചകൾ നടക്കുന്നത്. ഈ കെട്ടുകാഴ്ചകളുടെയൊക്കെ മുകൾ ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവരുടെ ചുമന്ന കൊടി കെട്ടിവെക്കുന്നു. ഇങ്ങനെ ബോധപൂർവമായ ശ്രമം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ കടയ്ക്കൽ ക്ഷേത്രത്തിൽ നടന്ന ഗാനമേള, പുഷ്പനെ അറിയാമോ തുടങ്ങിയ പാട്ടുകൾ, ഈ സഖാക്കന്മാർക്ക് ആവേശമുണ്ടാക്കുന്ന കള്ളഗാനങ്ങള് അവരവിടെ പാടിക്കേൾപ്പിക്കുന്നു. ആ പാടിക്കേൾപ്പിക്കുന്നതിൽ കൂടി ഒരു ക്ഷേത്രത്തിന് എത്രമാത്രം ചൈതന്യ ലോകം സംഭവിക്കാമോ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ പാർട്ടി അണികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. നമുക്കറിയാം, കുറെ കാലത്തിന് മുമ്പ് ഒരു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, കണ്ണൂർ മേഖലയിലുള്ള ഒരു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഒരു ക്ഷേത്രം മോഷണം നടത്താൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള ഒരു ഗുരുതരമായ വാർത്ത നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ സർവ്വ മേഖലകളിലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും സർക്കാരും ഒക്കെ തന്നെ ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളെ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രക്രിയകൾ നടത്തുന്നത്. ബാക്കി സംഘടിത സെമറ്റിക് മതങ്ങൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഈ സർക്കാരിനോ ആ പാർട്ടി പ്രവർത്തകർക്കോ സാധിക്കുന്നില്ല. എന്ത് തോന്നിയവാസവും ആ കൂട്ടർ കാട്ടിക്കൂട്ടിയാലും അതിനെതിരെ പ്രതികരിക്കാൻ ഈ സർക്കാരിനോ അല്ലെങ്കിൽ പാർട്ടികൾക്കോ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം നടന്ന ശ്രമം ഒരു താൽക്കാലികമായി ഉണ്ടായ ഒരു പ്രതിഭാസമല്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ കാലം തൊട്ട് തന്നെ, അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ EMSന്റെ സർക്കാർ കാലം തൊട്ട് തന്നെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ക്ഷേത്രധ്വംസന നടപടികൾ ഈ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ന് ഗ്രാമക്ഷേത്രങ്ങളായിക്കൊള്ളട്ടെ എല്ലാ ക്ഷേത്രങ്ങളും ഒരു ചൈതന്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ഈ സനാതന ധർമ്മത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രദേശത്തുള്ള പ്രവർത്തകര് ക്ഷേത്രങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്നു. അങ്ങനെ ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരവസാനത്തെ ആണിക്കല്ലാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
ആസൂത്രിതമായ രീതിയിൽ ആ ചൈതന്യ വർധനവിനെ തടയാനും ചൈതന്യത്തിന് ഭംഗം വരുത്താനുമുള്ള ശ്രമമാണ് ഈ പാർട്ടി അണികളെ കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ചെയ്യിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള സംഭവങ്ങൾ കണ്ണൂർ ആയിക്കൊള്ളട്ടെ, കടയ്ക്കലായിക്കൊള്ളട്ടെ നടന്നിട്ടുള്ള ശ്രമങ്ങൾ ആസൂത്രിതമാണ്. അത് തുടരുക തന്നെ ചെയ്യും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉള്ള കാലത്തോളം ഈ സർക്കാരിന്റെ പിന്തുണയോടുകൂടി അതിനുള്ള ആസൂത്രിത ശ്രമങ്ങൾ ക്ഷേത്രങ്ങളുടെ ചൈതന്യത്തെ ഇല്ലാതാക്കാൻ ശ്രമം നടക്കും എന്നുള്ളത് വാസ്തവമാണ്.